ഏവർക്കും പച്ചപ്പിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എക്സലിന്റെ മറ്റൊരു ഫീച്ചറാണ് നോക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ എക്സലിന്റെ ഷോർട്ട് കട്ട് കീസ്, അതേപോലെ തന്നെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫംഗ്ഷൻസ്, അതേപോലെ ഡേറ്റ് ഫംഗ്ഷൻസ്, ഇതെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ടു കോളം, അതേപോലെ തന്നെ ഓട്ടോ ഫിൽ എന്നുള്ള ഫംഗ്ഷനാണ്. ആദ്യമായി ടെക്സ്റ്റ് ടു കോളം എന്നുള്ളത് അതെങ്ങനെ വർക്കൗട്ട് ആക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ടു കോളം എന്തിനു യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ നമ്മുടെ ഒരു സെല്ലിലുള്ള ഒരു വേർഡ് അതൊരു സെപ്പറേറ്റ് സെല്ലിലേക്കോ അല്ലെങ്കിൽ ആ സെയിം സെല്ലിലേക്കോ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ടെക്സ്റ്റ് ടു കോളം എന്നുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറെ നെയിംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയിമാണ് ഞാനിന്ന് സെപ്പറേറ്റ് ആക്കാൻ പോകുന്നത്. ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും രണ്ട് കോളത്തിലേക്കാണ് നമ്മൾ ഇന്ന് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡേറ്റയിൽ നിന്ന് ടെക്സ്റ്റ് ടു കോളം എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. ഇവിടെ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്, ഡിലിമിറ്റഡ് ആൻഡ് ഫിക്സഡ് വിഡ്ത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അതിനായിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്ത് ക്രൈറ്റീരിയയിലാണ് നമ്മൾ ഈ വേർഡ് സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ടാബ്, സെമികോളൻ, കോമ, സ്പേസ്, അതർ, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സ്പേസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു വേർഡ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്പേസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മളോട് ഡെസ്റ്റിനേഷൻ സെല്ല് ചോദിക്കും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഈ സെല്ലിൽ തന്നെ നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു സെല്ലാണ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആ സെല്ല് മെൻഷൻ ചെയ്യുക. ഇവിടെ ഞാൻ ഈ വേർഡ് സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് F6 എന്നുള്ള സെല്ലിലാണ്. അപ്പോൾ ഞാനിവിടെ F6 സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഈ നെയിംസ്, ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും സെപ്പറേറ്റ് കോളത്തിൽ ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ അടുത്തൊരെണ്ണം നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഡോട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ വേർഡ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെല്ലിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അഗെയിൻ ടെക്സ്റ്റ് ടു കോളം, അഗെയിൻ ഡിലിമിറ്റഡ്, നെക്സ്റ്റ്. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ഡോട്ട് എന്നുള്ള ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ അതേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുക എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, അല്ലെ എന്ത് സെപ്പറേറ്റർ വെച്ചിട്ടാണ് ഈ വേർഡിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ല നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഡോട്ടാണ്. ഈ ഡോട്ട് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ നെയിം രണ്ട് കോളത്തിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഡോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ്, ദെൻ ഫിനിഷ്. ഇപ്പൊ നമുക്ക് കാണാം ഇതിവിടെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു സെല്ലിലേക്കും നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മൾ ഇത്ര നേരം നോക്കിയത് ഡിലിമിറ്റഡ് എന്ന് വെച്ചിട്ടുള്ള ഫീച്ചർ വെച്ചാണ്. നമ്മളിനി നോക്കാൻ പോകുന്നത് ഫിക്സഡ് വിഡ്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നെയിം നമുക്ക് സെപ്പറേറ്റ് കോളത്തിലേക്ക് ആക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം വേർഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ടെക്സ്റ്റ് ടു കോളം. ഇവിടെ നമ്മൾ ഡിലിമിറ്റഡിന് പകരം ഫിക്സഡ് വിഡ്ത് എന്നുള്ളത് സെലക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. ഇവിടെ നമുക്കൊരു റൂളർ കാണാം. ഈ റൂളർ വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതുവരെയുള്ള ലെറ്റർ വെച്ചിട്ട് നമുക്ക് ആ വേർഡ് സെപ്പറേറ്റ് ആവും. അതായത് ഈ നെയിംസിൽ ആദ്യത്തെ 4 ലെറ്ററിന് ശേഷം ഈ വേർഡ് സ്പ്ലിറ്റ് ആയിട്ട് അത് രണ്ട് കോളത്തിലേക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ളത്. നമ്മൾ നെക്സ്റ്റ് അടിച്ചു, ദെൻ ഫിനിഷ്. ഇപ്പോൾ നമുക്ക് കാണാം ഫസ്റ്റ് 4 ലെറ്റർ ഫസ്റ്റ് കോളത്തിലും റിമൈനിങ് ലെറ്റേഴ്സ് അടുത്ത കോളത്തിലേക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എന്ത് ക്രൈറ്റീരിയ വേണമെങ്കിലും വെക്കാം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വേർഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ഫീച്ചറും കൂടെ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോ ഫിൽ എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. നോർമലി നമുക്കൊരു വേർഡ് അല്ലെങ്കിൽ നമ്പർ നമുക്ക് താഴേക്ക് അല്ലെങ്കിൽ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി 2-3 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നോർമലി നമ്മൾ ഇതിങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതിന്, ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യും. അപ്പോൾ ആ നമ്പർ അങ്ങനെ ഫുൾ കോപ്പി ആവും. ഇനി നമുക്ക് നമ്മുടെ നമ്പർ ഓരോ ഫിക്സഡ് ഇന്റർവെൽ വെച്ചിട്ട് നമുക്ക് വേറൊരു നമ്പർ വരണം, അല്ലെങ്കിൽ ഇപ്പോൾ 1 2 3 ആ ഒരു രീതിയിൽ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അടുത്ത സെല്ലിൽ 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം 2 സെല്ലും സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് എത്ര ഇന്റർവെൽ വെച്ചിട്ട് നമ്പർ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് എടുക്കാം. അതായത് നമുക്ക് 1 കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വരേണ്ടത് 5 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവെല്ലിൽ, അതായത്
4 എന്നുള്ള ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതേപോലെ പോസിബിൾ ആവും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡേയ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡേയുടെ ഫസ്റ്റ് 3 ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് അത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത ഡേ ഏതാണോ അങ്ങനെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് എടുക്കാം. അതേപോലെ തന്നെ നമുക്കൊരു മന്ത് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് മന്തിലെ 3 ലെറ്റേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്തു, എന്നിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് മന്തും ഡിസ്പ്ലേ ആവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ അകത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതായത് ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ നമ്പേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഡേയ്സ്, മന്ത്സ്, ഇതെല്ലാം നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമുക്ക് അതിന്റെ അടുത്ത വാല്യൂ കറസ്പോണ്ടിങ് നെക്സ്റ്റ് വാല്യൂ നമുക്ക് അടുത്ത സെല്ലിൽ താഴോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ ഇങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാത്ത ഒരു കാര്യം നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നമുക്ക് താഴത്തെ സെല്ലുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെ ഒരു ഫീച്ചറാണ് ഞാനിപ്പോൾ അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ നമുക്കിവിടെ അഡ്വാൻസ്ഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ കാണാം, ഫീച്ചർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഇതിന്റെ താഴ്ഭാഗത്തേക്ക് വരിക. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ലിസ്റ്റ് ഫോർ യൂസിങ് സോർട്ട്സ് ആൻഡ് ഫിൽ സീക്വൻസസ് എന്നുള്ളൊരു കമാൻഡ് കാണാം. അതിന്റെ സൈഡിൽ എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് എന്നുള്ളൊരു കമാൻഡ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എക്സലിൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വാല്യൂസ് നമുക്ക് കാണാം. ഇപ്പൊ നമുക്ക് കാണാം സൺഡേ, മൺഡേ, അതിന്റെ ലിസ്റ്റ് നമുക്ക് താഴെ കാണാം, റൈറ്റ് സൈഡിൽ കാണാം. അതേപോലെ തന്നെ ജാൻ, ഫെബ്രുവരി, മാർച്ച്, ഇതും നമുക്ക് ഇതിന്റെ ലിസ്റ്റ് കാണാം. ഇപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ലിസ്റ്റ് നമുക്ക് വേണം. ഉദാഹരണത്തിന് നമ്മൾ കുറെ ഫ്രൂട്ട്സിന്റെ പേര് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കവിടെ അതിന്റെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെക്സ്റ്റ് വാല്യൂ ഏതാണോ അത് നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ ന്യൂ ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ലിസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എനിക്ക് കുറെ ഫ്രൂട്ട്സിന്റെ പേരാണ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രൂട്ട്സിന്റെ പേര്, ഓരോ ഫ്രൂട്ട്സിന്റെ പേരും ഒരു കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ബനാന, കോമ, ഓറഞ്ച്, ആപ്പിൾ, ഗ്രേപ്സ്, മാംഗോ. ഓക്കെ, ഞാൻ ഇവിടെ 5 ഫ്രൂട്ട്സിന്റെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആഡ് എന്നുള്ളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത ലിസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്കിനി നമ്മുടെ ഈ ലിസ്റ്റിൽ നമ്മളിപ്പം ഇവിടെ ഫ്രൂട്ട്സ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ബനാന എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്കറിയാം നോർമലി നമ്മൾ ബനാന എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന എല്ലാ സെല്ലിലും ബനാന എന്നുള്ള വാല്യൂ മാത്രമേ വരുള്ളൂ. പക്ഷേങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ കുറെ വാല്യൂസ് ഫ്രൂട്ട്സിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത വാല്യൂസ് വരുന്നത് നമുക്ക് കാണാം. അതായത് നോർമലി നമ്മൾ ബനാന എന്ന് ടൈപ്പ് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുവാണെങ്കിൽ ബനാന എന്നുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ ബാലൻസ് ഉള്ള എല്ലാ സെല്ലിലും പേസ്റ്റ് ആവുള്ളൂ. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് നമുക്കിവിടെ നമ്മുടെ ലിസ്റ്റിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് കൊടുത്തത് അതിങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്, ഫിൽ ആവുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും നമ്മുടെ എക്സലിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കമ്പനിയുടെ എംപ്ലോയീസിന്റെ കുറച്ച് ലിസ്റ്റ് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പെർമനന്റ് എംപ്ലോയീസിന്റെ കുറച്ച് പേരുടെ പേര് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഡെയിലി നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നെയിംസ് വരെ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തതായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഫംഗ്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ മറ്റൊരു എക്സലിന്റെ ഒരു ഫംഗ്ഷനുമായിട്ട് അല്ലെങ്കിൽ ഫീച്ചറുമായിട്ട് ഞാൻ അടുത്തൊരു ബ്ലോഗിലൂടെ വരുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.